പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ പേരിൽ തിരക്കേറിയ ടൗണിൽ മണിക്കൂറുകളോളം യാത്രക്കാരെ തടഞ്ഞുവെച്ച UDF നടത്തിയ സമരം നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്നും ജനങ്ങളോട് മാപ്പ് പറയണമെന്നും LDF നേതാക്കൾ. UDFന്റെ സമരാഭാസങ്ങൾക്കെതിരെ LDF പട്ടാമ്പിയിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പിയിൽ പാലത്തിന്റെ പേരിൽ UDF നടത്തിയത് സമരാഭാസമാണ്. നിലവിൽ UDF നേരിടുന്ന പ്രശ്നങ്ങൾ മറയ്ക്കാനാണ് ജനത്തെ ദുരിതത്തിലാക്കിയുള്ള സമരത്തിന് നേതൃത്വം നൽകിയത്. ഇതിനവർ ജനങ്ങളോട് മാപ്പ് പറയണം. പാലത്തിന്റെ കൈവരികൾ നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ പൂർത്തിയാക്കി. പ്രവൃത്തി കരാറുകാരനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് പ്രവൃത്തി ആരംഭിക്കുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. കുറച്ച് ദിവസമായി UDFകാർ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ, കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, ഇതിൽ നിന്നെല്ലാം തലയൂരാൻ വേണ്ടിയാണ് അവർ കുറച്ച് ദിവസമായി ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സാന്നിധ്യം അറിയിക്കാൻ, പട്ടാമ്പിയിൽ സാന്നിധ്യം അറിയിക്കാൻ ഒരാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അത് പോയിട്ട് കോമാളിത്തരാകുകയാണ്, റിയൽ കോമാളി. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ലീഗിന് ഈ സീറ്റ് പോകരുത്, കോൺഗ്രസിന് തന്നെ സീറ്റ് കിട്ടണം, ഇതൊരു ഭാഗത്താഗ്രഹം. കോൺഗ്രസിന് അകത്താവട്ടെ വേറെ പിടിയും വലി, ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്തരം കോമാളിത്തം നാടകങ്ങൾ കളിക്കുന്നതിൻ്റെ ഭാഗമായി പട്ടാമ്പിയിൽ വല്ലാത്ത പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. അനാവശ്യമായ കൃത്രിമമായ ഗതാഗത കുരുക്കാണ് കുറച്ച് ദിവസങ്ങളാക്കി അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ UDF നിരവധി പ്രശ്നങ്ങളുടെ നടുവിലാണ്. ഗ്രൂപ്പ് വഴക്ക് അതിന്റെ എല്ലാ സീമകളും ലംഘിക്കുന്നു. മണ്ഡലത്തിന് പുറത്തു നിന്നുമുള്ള നേതാക്കളാണ് അവരെ നിയന്ത്രിക്കുന്നത്. UDFന്റെ അക്രമ സമരങ്ങൾക്കെതിരെ LDF പട്ടാമ്പിയിൽ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ആളുകളുടെ കയ്യിൽ നിന്ന് ഷെയർ വിരിച്ചുകൊണ്ട് പല സ്ഥാപനങ്ങളും നടക്കുന്നുണ്ട്. അതിൽ പല സ്വർണ്ണക്കള്ളക്കടത്താണ് ഏറ്റവും. സ്വർണ്ണക്കള്ളക്കടത്ത് തന്നെയാ. ജ്വല്ലറിയിൽ മുക്കുപണ്ടം വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പണമൊക്കെ തട്ടിക്കൊണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുക, KSFയിൽ റോഡ് ഗോൾഡ് വെച്ചിട്ടാണ് ഈ പണം തട്ടിക്കൊണ്ടെന്ന് അവർ നടത്തുന്ന ജ്വല്ലറികളുണ്ട്. അപ്പോൾ അവിടെ കൊടുക്കുന്നത് യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് ജനങ്ങൾ ചോദിക്കും. ഒരു സംശയവും വേണ്ട. കാരണം ഇവരെന്നെ ഉടമസ്ഥന്മാരെന്നെ 7 കോടി രൂപയ്ക്ക് കള്ളസ്വർണ്ണമാണ് വെച്ച് പണം തട്ടിയെങ്കിൽ അവർ നടത്തുന്ന ജ്വല്ലറി പോലും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വ്യാപകമായ തിരിമറി തന്നെയാണ്. അതിനിവിടുത്തെ ലീഗ് നേതൃത്വം വ്യക്തമായ മറുപടി പറയണം. ഞാനിത് പറയാൻ കാരണം ഇവിടെ TG സൂചിപ്പിച്ചു. ഇപ്പം ഇവർ തമ്മിൽ, ലീഗും കോൺഗ്രസും തമ്മിൽ തല്ല് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വേണ്ടിയിട്ട് മത്സരിക്കണം, ആർക്ക് സീറ്റ് കിട്ടണം എന്നുള്ളതാണ്. വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കളായ T ഗോപാലകൃഷ്ണൻ, P സുന്ദരൻ, K പരമേശ്വരൻ, അഷ്റഫ് അലി വല്ലപ്പുഴ, KP അബ്ദുറഹ്മാൻ, MN കരുണാകരൻ, അനൂപ് വല്ലപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.